ഹായ് വെൽക്കം ടു മമ്മി ആൻഡ് മീ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോതങ്കലത്തേക്ക് പോയ ഒരു വിശേഷമായിട്ടാണ് വന്നേക്കണേ. ഞങ്ങളുടെ 3 പേര് ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു 3 പേര് കൂടി ഇത് കറങ്ങാൻ പോണെന്ന്. അങ്ങനെ ഒത്തുകിട്ടിയ അവസരമാണ് ഞങ്ങൾ കോതമംഗലംകാരുടെ ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, കന്നിരുപത്. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിൻ്റെയും കൊച്ചിൻ്റെയും കൂടെ പള്ളിയിലൊക്കെ കയറി കുറച്ചൊക്കെ കറങ്ങിയിട്ടാണ് വന്നത്. എന്നാൽ ഇന്നത്തെ ഉദ്ദേശം പള്ളിയിൽ കയറലല്ല കേട്ടോ, ഒന്ന് കറങ്ങിയടിച്ച് ചുറ്റൊന്ന് കാണണം, എല്ലാ റൈഡിലൊന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വലിയ പള്ളിയുടെ താഴത്തേക്ക് പോയി. അവിടെ 3 ടിക്കറ്റും എടുത്ത് ഏതിലാ കയറണ്ടേ എന്നുള്ള സംശയത്തോടെ ഞങ്ങൾ ആദ്യം കയറിയത് വഞ്ചിയിലാണ് കേട്ടോ. ഇതിനു മുമ്പ് 2 തവണ കയറിയിട്ടുള്ളത് കൊണ്ട് വലിയ പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ കൂടെയുള്ളവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും ഓക്കെ ആയി. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ കൂടി കണ്ടപ്പോൾ ഇടയ്ക്കൊന്ന് ടെൻഷൻ കൂടിയെങ്കിലും പിന്നീട് ഞങ്ങൾ ഓക്കെ, ഒന്നുമല്ലാന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. പിന്നെ ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ കയറാനുള്ള ടിക്കറ്റും എടുത്ത് അങ്ങോട്ടേക്ക് പോയി. 2-3 സെൽഫിയും ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളും ഭയങ്കര ചില്ലായി. പക്ഷേ യന്ത്രൂഞ്ഞാലിൽ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് എന്താണ് മൂളിനെങ്ങനെ പൊട്ടി വീടോ അങ്ങനത്തെ കുറച്ച് പേടികളുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെയായിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള 2 കൂട്ടുകാരികളും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കയറാം, എക്സ്പീരിയൻസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 കൂടി അതിലും കയറി. പക്ഷെ എൻ്റെ കാര്യത്തിൽ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് സംഭവിച്ചത്. ഞാൻ വളരെ കൂളായിട്ടാണ് ഇരുന്നത്, എനിക്ക് ഒരു ടെൻഷനും പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ പാനിപ്പൂരിയും ബജിയും ഒക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഒക്കെ വാങ്ങി കഴിച്ചു. ലാസ്റ്റോ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഐസ്ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കടകളിലേക്ക് പോയി. കടകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണാലോ, ഒന്ന് വാങ്ങാനല്ല കേട്ടോ. ഈ പ്രാവശ്യം വന്നേക്കുന്ന വെറൈറ്റി സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ കടകളിൽ കൂടെ പോയേ. അപ്പൊ കൂടെയുള്ളതിന് പഞ്ഞിമുട്ടായി വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിക്കൊടുത്ത് ചുമ്മാ റോട്ടിൽ കൂടെ കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ, കുഞ്ഞിപ്പിള്ളേരെ പോലെ. അങ്ങനെ നേരെ നാസിക് ഡോളിന്റെ മത്സരം നടക്കുന്ന അവിടെയും പോയി, അതും കണ്ട് ഞങ്ങളൊരു പരിചയക്കാരെയും കണ്ട് ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ പിന്നെയും കറക്കം തുടങ്ങി. കൂടെയുള്ള അടുത്ത ചങ്ക് പുസ്തക വായനക്കാരി ആയതുകൊണ്ട് അവൾ ബുക്ക് സ്റ്റാളിലേക്ക് പോയി. അത് ഞങ്ങളുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു. എല്ലാം കഴിഞ്ഞ അവസാനം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.